2026 വ്യാഴമാറ്റം മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുന രാശിയിൽ ജനിച്ച ജാതകർക്ക് 7ാം ഭാവാധിപനും 10ാം ഭാവാധിപനുമായ വ്യാഴം 2026 ഗോചരപ്രകാരം ജന്മരാശിയിലെ അനിഷ്ഠിത സ്ഥിതി മാറി അനുകൂല ഭാവമായ 2ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു. ധനം, കുടുംബം, വാക്ക് എന്നിവയെ സൂചിപ്പിക്കുന്ന 2ാം ഭാവത്തിൽ വ്യാഴം ഉച്ചസ്ഥിതിയിലാണ്. അവിടെ നിന്ന് 6, 8, 10 ഭാവങ്ങളിലേക്ക് ശുഭദൃഷ്ടി പതിപ്പിക്കുന്നതും അതീവ പ്രയോജനകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. 10ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ കണ്ടകശനിയുടെ കാഠിന്യമുണ്ടെങ്കിലും വ്യാഴത്തിന്റെ ഈ അനുകൂല മാറ്റവും 10ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടിയും ശനിദോഷങ്ങൾക്ക് വലിയ തോതിൽ ആശ്വാസം നൽകും. എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം കൂടെ നിൽക്കുന്ന അവസ്ഥ സംജാതമാകും. മുൻകാല പ്രയത്നങ്ങൾക്ക് അതിവേഗം ഫലസിദ്ധി കൈവരികയും ദൈവാധീനം വേണ്ടുവോളം അനുഭവപ്പെടുകയും ചെയ്യുന്ന സുപ്രധാന കാലഘട്ടമാണിത്. സാമൂഹികമായി വലിയ ഉയർച്ചയും ഉന്നത വ്യക്തികളുടെ പിന്തുണയും ഈ കാലയളവിൽ ജാതകർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സാമാന്യ ഫലം ഗ്രഹനില 2ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ പരമോച്ച ബലവും 6, 8, 10 ഭാവങ്ങളിലേക്കുള്ള അമൃതദൃഷ്ടിയിലും കരിയറിലും വ്യക്തിജീവിതത്തിലും വലിയ അനുകൂല മാറ്റങ്ങൾക്ക് വഴിതെളിക്കും. 10ാം ഭാവത്തിലെ കണ്ടകശനി കർമ്മരംഗത്ത് പ്രതിസന്ധികൾ സൃഷ്ടിക്കാമെങ്കിലും വ്യാഴത്തിന്റെ ദൃഷ്ടിപ്രഭാവം ശനിദോഷങ്ങളെ ലഘൂകരിക്കും. മുൻകാല പ്രയത്നങ്ങൾക്ക് കൃത്യമായ ഫലം ലഭിക്കുന്നതിനൊപ്പം സമൂഹത്തിലെ ഉന്നതരിൽ നിന്ന് മികച്ച പിന്തുണയും ഈ സമയത്ത് ജാതകർക്ക് ലഭിക്കും. തൊഴിലും ധനസ്ഥിതിയും തൊഴിൽപരമായും സാമ്പത്തികമായും അഭൂതപൂർവമായ വളർച്ച ദൃശ്യമാകുന്ന സമയമാണിത്. പുതിയ വരുമാനങ്ങൾ മാർഗങ്ങൾ തുറക്കപ്പെടുകയും ബാങ്ക് സമ്പാദ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പുതിയ സമ്പാദ്യ പദ്ധതികളിൽ ധനം നിക്ഷേപിക്കാനും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണം തിരികെ ലഭിക്കാനും അവസരമൊരുങ്ങും. ഔദ്യോഗിക രംഗത്ത് നിലനിന്നിരുന്ന പിരിമുറുക്കങ്ങൾ ഒഴിഞ്ഞ് കാര്യങ്ങൾ സുഗമമാകും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കുന്നതിനൊപ്പം ഉയർന്ന സ്ഥാനലബ്ധിയും ശമ്പള വർധനവും കൈവരും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും പങ്കാളിത്ത ബിസിനസ്സുകളിൽ നിന്ന് വലിയ ലാഭം കൊയ്യുന്നതിനും സാധിക്കും. രത്നങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ എന്നിവയുടെ ബിസിനസ് നടത്തുന്നവർക്ക് മികച്ച പുരോഗതി ഉണ്ടാകും. സംസാരപ്രധാനമായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്കും തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാനും സാധിക്കും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരവും കീർത്തിയും നിലനിർത്താൻ സാധിക്കും. കുടുംബവും ബന്ധങ്ങളും കുടുംബജീവിതത്തിൽ അതീവ സന്തോഷവും സമാധാനവും പുലരുന്ന കാലഘട്ടമാണിത്. ജാതകരുടെ വാക്കുകൾക്ക് കുടുംബത്തിലും സമൂഹത്തിലും വലിയ വില കൽപ്പിക്കപ്പെടും. പരസ്പര സ്നേഹവും കുടുംബ മൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ബന്ധുക്കളുമായി യോജിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കും. കുടുംബത്തിലേക്ക് പുതിയൊരു അംഗത്തിന്റെ ജനനമോ വിവാഹമോ വഴി മംഗളകരമായ അന്തരീക്ഷം സംജാതമാകും. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ ഒത്തുവരികയും പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് വിജയകരമായി എത്തിച്ചേരുകയും ചെയ്യും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മുൻപുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും. പങ്കാളിയിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. മക്കൾക്ക് ശ്രേയസ്സും പുരോഗതിയും ഉണ്ടാകുന്നത് മാതാപിതാക്കൾക്ക് വലിയ സംതൃപ്തി നൽകും. വീട്, വാഹനം എന്നിവ സ്വന്തമാക്കാനും പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരുവാനും അനുകൂല സമയമാണ്. ആരോഗ്യവും മാനസികാവസ്ഥയും ആരോഗ്യനിലയിൽ വലിയ പുരോഗതിയാണ് ഈ വ്യാഴമാറ്റത്തിലൂടെ പ്രകടമാകുക. ദീർഘനാളായി അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങളിൽ നിന്നും ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പൂർണ്ണമായ ആശ്വാസം കൈവരും. സ്വീകരിക്കുന്ന ചികിത്സകൾ ഫലപ്രദമാവുകയും ശരീരത്തിന് പുതിയ ആയുസ്സും ഊർജ്ജസ്വലതയും ലഭിക്കുകയും ചെയ്യും. കടബാധ്യതകൾ കുറയുകയും ശത്രുശല്യങ്ങൾ അവസാനിക്കുന്നതും മാനസികമായ സമാധാനവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും. മനസ്സ് മതപരവും ആത്മീയവുമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ വ്യാപിക്കും. തീർത്ഥാടനങ്ങളിലും മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കാൻ അവസരമൊരുങ്ങും. കണ്ടകശനിയുടെ സ്വാധീനം കർമ്മരംഗത്ത് നേരിയ സമ്മർദ്ദങ്ങൾ വരുത്തിയേക്കാമെങ്കിലും വ്യാഴത്തിന്റെ 2ാം ഭാവസ്ഥിതി മാനസിക ധൈര്യവും പ്രശാന്തതയും നിലനിർത്താൻ സഹായിക്കും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കർമ്മസ്ഥാനമായ 10ാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ജാതകർ തങ്ങളുടെ ജീവിതശൈലിയിലും പ്രവൃത്തികളിലും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഔദ്യോഗിക രംഗത്തും വ്യക്തിജീവിതത്തിലും സത്യം, ദയ, ധർമ്മം, നീതി എന്നിവ കർശനമായി പാലിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാത്തപക്ഷം ശനി പിന്നീട് ദോഷഫലങ്ങൾ നൽകാൻ ഇടയാകും. തൊഴിലിടങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ അഹംഭാവം ഒഴിവാക്കി സഹപ്രവർത്തകരുമായി ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക. അർഹതപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ ആശയവിനിമയത്തിലൂടെ ചോദിച്ചു വാങ്ങാൻ ശ്രദ്ധിക്കണം. ധനപരമായി മികച്ച സമയമാണെങ്കിലും അനാവശ്യമായ ആഡംബരങ്ങളിൽ നിന്നും ആഭരണങ്ങൾക്കായുള്ള അമിത ചെലവുകളിൽ നിന്നും പിന്മാറി സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് ഭാവിയിലേക്ക് ഗുണം ചെയ്യും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.